guys, welcome back to our YouTube channel. So ഇന്ന് ഇപ്പം ടൈം 5:45 5:30 കഴിഞ്ഞ് 5:45 പൊയ്ക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എനിക്ക് ഷൂട്ട് ഉണ്ട് ഗൈസ്. അപ്പൊ ഞാൻ രാവിലെ ശല്യം ചെയ്ത് വിളിച്ചുണർത്തി എന്നെ പിക്ക് ചെയ്യാൻ വന്നു. അപ്പം ഇവൾക്ക് ഷൂട്ട് ഉണ്ട്. അപ്പൊ അതിന്റെ മേക്കപ്പിനായിട്ട് പോവുകയാണ്. ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞാ എന്താണെന്നൊന്നും അറിയത്തില്ല. ഷൂട്ട് ഡേ ആണോ അതോ നോർമൽ ഡേ ആണോ? എന്തായാലും ഇന്ന് എനിക്കൊരു ഷൂട്ട് ഉണ്ട് രാവിലെ. അപ്പൊ ഞങ്ങള് വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു അല്ലേ? യെസ്. അപ്പം നമുക്ക് കാണാം. ഇപ്പൊ മേക്കപ്പ് ചെയ്യാൻ പോവുകയാണ്. അതെ, മേക്കപ്പ് എനിക്ക് കേശവസ്വരത്താണ് മേക്കപ്പ്. അത് കൂടാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ഇവളിപ്പം ഇന്നിടുന്ന ഡ്രസ്സ് മറന്നു വീട്ടിൽ പോണ ഡ്രസ് എടുക്കാൻ ഞങ്ങൾ ഓൺ ദി വേ ആണ്. അപ്പൊ ഇപ്പൊ തന്നെ ടൈം ലേറ്റ് ആയി ഗൈസ്. അപ്പൊ നമ്മളപ്പം പയ്യെ അങ്ങോട്ട് ചലിക്കട്ടെ. വീട്ടിലോട്ട് പോവാണ് ഗൈസ് ഡ്രസ് എടുക്കാൻ. ഒരുങ്ങി കെട്ടി ഇറങ്ങി, പക്ഷെ ഡ്രസ് എടുക്കാൻ മറന്നു. ഗൈസ് ബാക്കി വീഡിയോ നിങ്ങൾ എല്ലാം കാണും. നമ്മളിപ്പം വീടിന്റെ അവിടെ എത്തി തിരിച്ച് ഡ്രസ് എടുക്കാനായിട്ട്. അവളങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരട്ടെ. കാരണം ഇപ്പൊ തന്നെ 10 മിനിറ്റ് കണ്ട് ലേറ്റ് ആയി. അവൻ എന്റെ കൂടെ വന്ന കുഞ്ഞുട്ട എവിടെയാടാ? കുഞ്ഞുട്ട എവിടെയാടാ? അവൻ എന്റെ കൂടെ ഇറങ്ങി വന്നാ മതി. എങ്ങനെയാലും കാറിലോ ബൈക്കിലാണ് ഇറങ്ങി അപ്പൊ ബൈക്കിൽ കയറി വരും ഗൈസ്. മനസ്സിലിപ്പോ പാടിയതിന്റെ ബാക്കി ഞാൻ പാടിയതാ. രാവിലെ ഒന്നും ചെയ്യാതെ എനിക്ക് വന്നാലും ലുക്ക് തന്നെ കാണാൻ സുന്ദരനാണ്. സുന്ദരൻ രാവിലെ എഴുച്ച് വന്നോണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അത് കറക്റ്റ് ടൈമില് 9 മിനിറ്റ് ലേറ്റ് ആയപ്പോ മെസ്സേജ് എനിക്ക് അയച്ചത് എന്തായിരുന്നു? ഇനി ഈ തവണയും വരാതിരിക്കല്ലേ വരണേന്നൊക്കെ പറഞ്ഞു. ഇപ്രാവശ്യം കൂടെ എന്നെ തേക്കല്ലേ പ്ലീസ്. പക്ഷെ ഈ ഉറക്കം എണീക്കാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ ബാക്കിയൊക്കെ കറക്റ്റ് ആണ്. ഗുഡാണ്, ഗുഡ്. കൊള്ളാല്ലേ ഇങ്ങനത്തെ സമയത്തൊക്കെ വണ്ടി ഓടിക്കാൻ. പക്ഷെ എന്നാലും വണ്ടികളുണ്ട്. യമണ്ട വണ്ടി KL03 ആണ്. ചായ ഒക്കെ കുടിക്കണം. സമയമില്ല. ഞാൻ ചായ ഇട്ട് തന്നില്ലേ? അങ്ങനെയല്ല, പെട്ടെന്ന് ചായ ഇട്ട് കൊടുത്തു ഞാൻ. അല്ല, നമ്മള് രാവിലെ റോഡിൽ നിന്ന് കുടിക്കണമല്ലോ. അത് സത്യമാണ്. പക്ഷെ ടൈം ഇല്ലാത്തോണ്ട് ഞങ്ങൾ അത് സ്കിപ്പ് ചെയ്തു. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് ചായക്കടയിൽ പോയി ഒരു ചായ കുടിക്കണം. പക്ഷെ ടൈം ആവാത്തത് കൊണ്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്തു. ഡ്രസ് ബൈ 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 ടാറ്റാ ലവ് യു. ഇതാണ് നമ്മുടെ മേക്കപ്പ് ചെയ്യാൻ പോണ ചേച്ചി. പേരെന്താ? റിതു. ഹായ്. നമ്മുടെ ലൂമി ഡസ്റ്റ് മേക്ക് ഓവേഴ്സിന്റെ. യെസ്. അപ്പൊ നമ്മള് ഏത് ലെൻസാ ഏത് കളറാ ചൂസ് ചെയ്യാൻ പോണേ? ബ്ലൂ ഉണ്ട്, ബ്രൗൺ. പേരെന്താ? കൊള്ളാൻ ഇഷ്ടപ്പെട്ടു. ഞാൻ ഓബയോസയില് ഇങ്ങനത്തെ ഇത് കണ്ടിട്ടുണ്ട്. ഈ ഒരു ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഹലോ. വ്ളോഗാന്നൊക്കെ പറഞ്ഞപ്പോ ചേച്ചി പെട്ടെന്ന് പോയി സുന്ദരിയൊക്കെ ആയിട്ട് വന്നു. ഡ്രസ്സൊക്കെ മാറ്റി. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ചുമ്മാ കള്ളം പറയുന്നില്ല. ആ ഡ്രസ്സിലും ഈ സ്കിന്നൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുണ്ട്. നോക്കി വിത്തൗട്ട് മേക്കപ്പ് അല്ലേ ഇത്? ഒന്നുമില്ല. പക്ഷെ ഭയങ്കര ക്ലിയർ സ്കിൻ ആയിട്ടോ. എന്റെയൊക്കെ നോക്കി മേക്കപ്പ് ചെയ്തിട്ടുണ്ടാ പിമ്പിൾസ് ഒക്കെ വന്നിട്ട്. പക്ഷെ ഈ സ്കിൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അതാ ചോദിച്ചേ, ടീ കോഫി ഒന്നും കുടിക്കത്തില്ലേന്ന് ഫസ്റ്റ്. നോർമലി അങ്ങനെ വരും. എനിക്ക് ഇന്നലെ വരെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു.
ഒരു ഷൂട്ടെന്ന് പറഞ്ഞപ്പോൾ കറക്റ്റ് എൻ്റെ ഫേസ് ഫുള്ളും ആയി. എനിക്ക് ശരിക്കും ഹെയറും മേക്കപ്പൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഹെയർ നമ്മൾ 2 ഹെയർ സ്റ്റൈൽ ട്രയൽ ചെയ്തിട്ടാണ് ലാസ്റ്റ് ഇതിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. താങ്ക് യു ഫോർ ദ മേക്കപ്പ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഹെയറൊക്കെ. ഞാൻ ഈ ഹെയർ സ്റ്റൈൽ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ഇതുവരെ ഞാൻ ഒരു ഷൂട്ടിനും അങ്ങനെ ചെയ്തിട്ടില്ല. ഈ ഹെയർ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ പോയിട്ട് വരട്ടെ. ബൈ ബൈ. ചേച്ചി താഴോട്ട് വരുന്നുണ്ടോ? ഓക്കെ. അങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് കുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. കാണാൻ കൊള്ളാമെന്ന് ചോദിക്കുന്നു. ഫുൾ ലുക്ക് കാണിച്ചു തരാം. റോഡ് നടുക്കൊക്കെ ഇറങ്ങി വീഡിയോ എടുക്കുന്നു ഗൈസ്. അപ്പൊ നമ്മള് പോവാ, ഇറങ്ങട്ടെ. നമുക്ക് പോവാം. ഹലോ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടല്ലോ, സുന്ദരിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത്. ഫ്രണ്ടിലൊക്കെ ആള് വന്നിട്ട് ചെയ്യുന്നത്. സാധാരണ പ്ലെയിൻ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് വല്ലതും ചെയ്ത് വെക്കുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സീറ്റ് ബെൽറ്റ് ഇടണോണ്ട് മുടിയാണ് കുളിച്ചതിന് ശേഷം കുളിച്ചാ ഞാൻ ഉറങ്ങിയില്ല. ഞാൻ പിന്നെ പോയി ഉറങ്ങിപ്പോ എണീക്കത്തില്ല. ഭയങ്കര ബ്ലോക്ക് അല്ലേ? പൊതുവേ എനിക്ക് ബ്ലോക്കിൽ വണ്ടി ഓടിക്കുന്ന ഇഷ്ടമല്ല. സത്യം, ഞാൻ ബാംഗ്ലൂർ ആയിരുന്നപ്പോ പോലും എനിക്ക് വണ്ടി ഓടിക്കാൻ ഒട്ടും ഇഷ്ടമല്ല. അവിടെ ആണെങ്കിൽ ഇതിന്റെ 10 ഇരട്ടി ബ്ലോക്കാണ്. അവിടെ പിന്നെ മനോജ് എടുക്കുവോ? അങ്ങനെ ഞങ്ങൾ വെൽവെറ്റ് ഡോൺ എത്തി. പാർക്കിംഗ് എവിടെയാ? താഴെ പാർക്കിങ്ങോ? അതന്നെ അതന്നെ. അങ്ങനെ നമ്മളിവിടെ എത്താറായി. അങ്ങനെ ഇങ്ങന്ന് പറയുമ്പോ ഒരു 30-40 മീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. എന്നാൽ ഈ ഡ്രസ് ഇട്ട് നടക്കുമ്പോ ഭയങ്കര പാടാ. വെൽവെറ്റ് ഡോൺ ഇവിടെയും പാർക്കിംഗ് ആണ്. അപ്പം ഈ ഷൂട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പം അവരുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേസ്. അപ്പോൾ ഇതാണ് വെൽവെറ്റ് ഡോൺ കഫേ ആൻഡ് എൻട്രൻസ്. ബാക്കി ഷൂട്ട് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ അകത്തോട്ടൊക്കെ കയറി. അപ്പോൾ ഇവിടെ ഷൂട്ട് കഴിയട്ടെ. അപ്പോൾ അവരുടെ ഷൂട്ടൊക്കെ ബാക്കി നടക്കുന്നുണ്ട്. അപ്പം ഇനി ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ഇപ്പോഴല്ല, ഒരു 1 hour എടുക്കുമായിരിക്കും. ഇത് കഴിഞ്ഞ് റീൽ എന്തോ എടുക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ പോകണം. ഷൂട്ടൊക്കെ എടുത്ത് തുടങ്ങിയില്ലേ? ഇനി റീൽ എടുക്കാൻ പോകുന്നോ? ചെയ്യാം, ഉടനെ ചെയ്യും. വിശക്കുന്നോ? രാവിലെ കഴിച്ച് ഒന്നും കഴിക്കാതെ ഷൂട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ്. കുഴപ്പമില്ല, നമുക്ക് ഇത് കഴിഞ്ഞ പറഞ്ഞ ഇറങ്ങാം. ഒരു കോഫിയും കുടിക്കണം രാവിലെ, എന്നിട്ട് കിടന്നുറങ്ങണം. അപ്പം ഗൈസ്, ഇവരുടെ പരിപാടിക്ക് ഓൾമോസ്റ്റ് തീരാറായി. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാൻ. ഇവൾക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. ഡ്രസ്സ് ചേഞ്ച് ചെയ്താലേ ഇവൾ ഫുഡ് കഴിക്കാൻ പുറത്തോട്ട് വരത്തുള്ളത് പറഞ്ഞു. ഈ ഡ്രസ്സിലൊന്നും ഇനി അവൾക്ക് ഹോട്ടലിൽ കയറാൻ വയ്യെന്ന് പറഞ്ഞു. ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇത് കഴിഞ്ഞ് പറഞ്ഞാൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യും. ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നതായിരിക്കും. അപ്പോഴേക്കും പോകുന്ന വഴിയിലെ വിശേഷങ്ങൾ ഞങ്ങളെ കാണിക്കും ഗൈസ്. ഓക്കെ. അപ്പം ഷൂട്ട് തീരാറായോ? ഇല്ല,
തീരാറായില്ലേ? ഷൂട്ട് തീരാറായില്ല ഗൈസ്. ഞാൻ വെച്ച റീൽ എടുത്തപ്പോൾ തീരാറായെന്ന്. തീരാറായില്ല. നല്ല രസമുണ്ട്. ഇത് ഏത് മീനാന്ന് അറിയാമോ? എനിക്ക് എന്തോ കറക്റ്റ് ആണെങ്കിൽ കോഴിക്കാർപ്പാന്ന് തോന്നുന്നു. താമര വാടിപ്പ് അപ്പൊ ഗൈസ് നമ്മള് ഷൂട്ട് കഴിഞ്ഞ് ഇറങ്ങി. ആ കൊച്ചു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അതിൽ ഇങ്ങോട്ട് ഇറങ്ങി. പക്ഷെ എനിക്ക് ഹെയർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര സുന്ദരിയായിട്ടുണ്ട് ഗൈസ്. എനിക്ക് മറ്റേ എന്റെ പഴയ മുടി ഉണ്ടായിരുന്നു, ഇത്ര ഉണ്ടായിരുന്നതിനല്ലേ തിക്നെസ് പോയി. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പം കാറ് പഴുത്ത് കിടക്കുകയാണ് ഗൈസ്, ഭയങ്കര വെയിലത്ത്. കാരണം ഇവിടെ ഡ്രസ്സ് എടുക്കാൻ വന്നപ്പോൾ തന്നെ ഭയങ്കര വെയിലായിരുന്നു. വന്നു അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു. പുറങ്ങോണത്തുള്ള നമ്മുടെ അക്ഷയം. എനിക്ക് നെയ് റോസ്റ്റ് കഴിക്കാൻ ഒരു കൊതി. അല്ല അല്ലെങ്കിലും വെജ് കഴിക്കാന്ന് പറഞ്ഞു. കാരണം ഇപ്പം ഇനി ഉച്ചയ്ക്ക് വീട്ടിൽ പോയാൽ നോൺ വെജ് ആണ്. പക്ഷെ എന്നാലും എനിക്കൊരു ക്രേവിങ്സ് ഉണ്ടായിരുന്നു. രാവിലെ ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോയ അവിടെ സാമ്പാറും ദോശയായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് അവർ ചോദിച്ചു വേണോ, പക്ഷെ ഞാൻ പറഞ്ഞ വേണ്ട ചേച്ചി, സമയമില്ലല്ലോ, സോ വേണ്ട. പക്ഷെ എനിക്ക് എന്തുവാ ഭയങ്കര വിശപ്പ്. ഞാൻ ആക്ച്വലി രാവിലെ വെളുപ്പിനെ തന്നെ എനിക്ക് എപ്പോഴാണ് ഇവിടെ കൊണ്ടുപോയിട്ട് വീട്ടിൽ പോയതിനു ശേഷം ഞാൻ ഇടിയപ്പവും ബീഫ് ഫ്രൈയും കഴിച്ചായിരുന്നു. ഓൾറെഡി വയറൊക്കെ നിറഞ്ഞ് കഴിച്ചിട്ടാണ്. വേറെ രണ്ടെണ്ണേ കഴിച്ചുള്ളൂ കഴിച്ചു. രാവിലെ ബീഫ് കഴിച്ചോണ്ട് ഞാൻ കഴിച്ചില്ല വെജ് കഴിക്കാമെന്ന്. ഇവിടെ ചുമ്മാ കള്ളിയാണ്. ബിസ്ക്കറ്റ് എന്തൊക്കെയോ വാങ്ങിച്ചിരുന്ന. ഇല്ല ഇല്ല, ഞാനൊരു ചായ മാത്രമേ കുടിച്ചോളൂ. ഞാൻ പൂരിയാ പറഞ്ഞ. ഞാൻ പൂരി, അവള് ഗീ റോസ്റ്റ്. പൂരിക്ക് മസാല വേണ്ടത് കടലക്കറി മറിയുന്നത് കാരണം ഉരുളക്കിഴങ്ങ് കഴിക്കാൻ വയ്യ. എന്താ ഉരുളക്കിഴങ്ങ് കഴിച്ചാ ഗ്യാസ് കയറുന്നൊക്കെ? അപ്പൊ കടല എന്താണ് ഗ്യാസ് കയറില്ല? ബുദ്ധിമാൻ തന്നെ. അപ്പൊ പിന്നെ അതുകൊണ്ടാണെന്ന് പറയണ. ഇത് ഗ്യാസ് കയറുന്നൊക്കെ തള്ളു. എന്റെ ശുണ്ടനാണ്, എന്റെ ശുണ്ടോ, എന്റെ ശുണ്ടോ ശുണ്ടോ, എന്റെ ശുണ്ടോ. കിടന്ന് ഉറങ്ങും കഴിക്കണ്ട, ഉറങ്ങും. ആ അങ്ങനെ കുറെ ചടങ്ങുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഇറങ്ങി. ഞാൻ എന്ത് വേണ്ടെന്ന് പറഞ്ഞാൽ അത് തന്നെ മേടിക്കണേ. ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ അത് തന്നെ മേടിക്കണം. റോഡിൽ പോണ ആൾക്കാരും എല്ലാവരും എന്നെ തന്നെ നോക്കണം കേട്ടാ. എല്ലാവരും എന്നെ തന്നെ ഇങ്ങനെ കുട്ടിയൊക്കെ അടിച്ച് ദോശ കഴിക്കാൻ വരുന്നു. അതല്ല, ഇത്രയും മേക്കപ്പ് ഒക്കെ ചെയ്ത് കുട്ടിയൊക്കെ അടിച്ചിട്ട് ദോശ. അപ്പുറത്തോട് നടന്നു വന്ന ആ കൊച്ചാണെങ്കിൽ 10 വട്ടം തിരിഞ്ഞു നോക്കി. ചെറുക്കന്മാര് നോക്കി. ആ ചെറുക്കന്മാര് എന്തായാലും നോക്കുമല്ലോ. ചെറുക്കന്മാർക്ക് നോക്കിക്കൂടല്ലോ. സുന്ദരിയായ പെൺപിള്ളേരെ കണ്ടതിന് ചെറുക്കന്മാര് നോക്കും. ചെറുക്കന്മാര് നോക്കുമ്പോ അല്ല, പക്ഷെ പെൺപിള്ളേർ നോക്കുമ്പോ കുട്ടിയൊക്കെ അടിച്ചാണ് ഇവള് 10-11 മണിയൊക്കെ ദോശ കഴിക്കാൻ വരുന്നത്. ദോശ കഴിക്കാൻ വരുന്നതിനാണോ പൊട്ടി ഇത്ര പൊട്ടി? ഓ, കാറ് പിന്നെയും പഴുത്ത വെയിലത്താണ്. നമ്മൾ കയറി പഴുക്കട്ടെ ഒന്നോട്ട്. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അടിപൊളി നെയ് റോസ്റ്റ് ആയിരുന്നു. അപ്പൊ വിശപ്പൊക്കെ മാറി. ഇനി വീട്ടിൽ പോണം. നമ്മൾ വീട്ടിലോട്ടല്ലേ ഇനി? എന്തൊരു സങ്കടം. ഉറക്കം വരണ പറ. എനിക്ക് നല്ല ഉറക്കം വരും. അപ്പൊ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഒരു കുളിയൊക്കെ പാസ്സാക്കി കിടന്ന് ഉറങ്ങണം. പറ എന്തെങ്കിലും. അപ്പൊ ഉറങ്ങാണോ? കണ്ണാടി താത്ത് നോക്കാം. അല്ല, സോറി ഡെന്നിസ് രഞ്ജിത്ത്, പിടിച്ചോ, ഞാൻ അതുപോലെ വെച്ചുതരാം.
ഓക്കെ ഓക്കെ, അപ്പം ഈ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. അപ്പം ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. ബൈ.